ഹായ്, നമുക്കിന്ന് പെട്ടെന്നൊരു പെസകപ്പം തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് 10 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചു. അതിനായിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അരച്ചെടുക്കാനായിട്ട്. ഇത് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കാൻ. അടുത്ത് 1.5 കപ്പ് പച്ചരി 10 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതിലും തേങ്ങാപ്പാലാണ് ഒഴിച്ച് അരച്ചെടുക്കുന്നത്. നല്ലോണം അരഞ്ഞിട്ടുണ്ട്. പച്ചരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1 മുറി തേങ്ങ ചിരുകിയെടുത്തത്, 5 കൊച്ചുള്ളി ക്ലീൻ ചെയ്തെടുത്തത്, 3 കഷ്ണം വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഇത് നല്ലതുപോലെ അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരു കറക്ക് കറക്കിയാൽ മതി. നമുക്ക് അരച്ചെടുക്കാണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിപ്പില്ലാത്ത അപ്പം ആയതുകൊണ്ട് അല്പം പോലും നമുക്ക് പുളിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് മിക്സാക്കി എടുക്കാം. നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് എണ്ണ തടവി കൊടുക്കാം. പെട്ടെന്ന് വിട്ടു പോരാനാണ്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരടപ്പെടുത്ത് അടയ്ക്കാം. ഇനി നോക്കാം അപ്പത്തിനുള്ള പാല് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് രണ്ടാം പാലെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ചുക്ക് ചതച്ചതിട്ട് കൊടുക്കാം. നാല് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. $150 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ്, ഉരുക്കി അരിച്ചു വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാൻ, തിളയ്ക്കണ്ട. നമുക്കിനി ഇതിലേക്ക് മാറ്റാം. പെസകപ്പം തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ട പാലും തയ്യാറായിട്ടുണ്ട്. ഇതിൽ മുക്കി വേണം നമുക്ക് പെസകപ്പം കഴിക്കാനായിട്ട്. പെസകപ്പവും പാലും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബായ്.